പച്ചപ്പിന്റെയും കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും. എല്ലാ പ്രേക്ഷകർക്കും നാട്ടുപച്ചയിലേക്ക് സ്വാഗതം. കൃഷി ഭാരമേറിയ ഒരു ജോലിയായി മാറുന്നത് അത് ആസ്വദിക്കാതെ ചെയ്യുമ്പോഴാണ്. കുടുംബം ഒന്നിച്ച് കൃഷിക്കിറങ്ങിയാൽ അത് മധുരമേറിയ ഒരു അനുഭവമാകും. മലപ്പുറം ഇടപ്പാടിലെ ദമ്പതികളുടെ കൃഷിവിശേഷങ്ങളിലേക്കാണ് നാട്ടുപച്ച ഇനി കടന്നു ചെല്ലുന്നത്. ഇന്ദുവും ഭർത്താവ് ഗിരീഷും ചേർന്നൊരുക്കിയ കുടുംബ കൃഷിയിടമാണിത്. കൃഷിയാണ് ഈ കുടുംബത്തിന്റെ ശക്തിയും ഊർജവും. വീടിനു ചുറ്റുമുള്ള 1.5 ഏക്കർ സ്ഥലം സമ്മിശ്ര കൃഷിയുടെ സുന്ദര ഭൂമിയാണ്. ഭാര്യ ഇന്ദുവിനാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് ഗിരീഷ് പറയും. പറമ്പിലെ ഓരോ തരി മണ്ണിനെയും നേരിട്ട് പരിചയമുള്ള ഇന്ദുവിന് കൃഷി വെറുമൊരു നേരം പോക്ക് മാത്രമല്ല. കൃഷിയോട് പൊതുവെ താല്പര്യം തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് കൃഷിയോട്. അതന്നെ. പിന്നെ വീട്ടിൽ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമാണ്. പിന്നെ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പച്ചക്കറി കൃഷിയാണ് തുടങ്ങിയത്. പച്ചക്കറി തുടങ്ങി അങ്ങനെ കൂടുതൽ വ്യാപകമായിട്ട് ചെയ്തു എന്ന് മാത്രം. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ തുടങ്ങിയതാണ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ സ്വന്തം കുടുംബത്തിന് വെച്ച് വിളമ്പുന്നത് വിഷമാകരുത് എന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ നിർബന്ധം ഇങ്ങനെയൊരു തോട്ടം സൃഷ്ടിക്കുകയായിരുന്നു. ഭർത്താവ് ഗിരീഷ് അന്ന് ഗൾഫിലാണ്. കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗിരീഷ് ഇന്ദുവിന് പൂർണ്ണ പിന്തുണ നൽകി. തുടക്കത്തിൽ കൃഷിയിടമൊരുക്കാൻ 4 ലക്ഷത്തിനടുത്ത് ചെലവായി. അത് ഈ പറമ്പ് നിറയെ പരങ്കിമാവും ഞാവൽ മരങ്ങളുമായിരുന്നു നിറയെ. അത് പിന്നീട് ഇതെല്ലാം വെട്ടി JCB കൊണ്ടുവന്ന് വൃത്തിയാക്കിയിട്ടാണ്. ആദ്യം തെങ്ങ് വെച്ചു, അതിന് അടുത്ത വിളയായിട്ട് വാഴ വെച്ചു, പിന്നെ ബാക്കിയെല്ലാം സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത്. മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി. പുളിരസമേറെയുള്ള മണ്ണിനെ കുമ്മായമിട്ട് മെരുക്കി കിളച്ചു മറിച്ച് കൃഷിക്കൊരുക്കി. അങ്ങനെ തുടങ്ങിയ കൃഷിയിൽ രാസവളങ്ങൾ വേണ്ടി വന്നതേയില്ല. മണ്ണിളക്കവും ജൈവവളങ്ങളുമായപ്പോൾ പറമ്പിലെ തെങ്ങുകൾ കായ്ച്ചു മറിഞ്ഞു. തെങ്ങിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കും കുമ്മായും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ചാണകം, സ്ലറി ഇതന്നെ തെങ്ങിന് ഉപയോഗിക്കാറുള്ളൂ. തെങ്ങിൻ്റെ ഇടവിള കൃഷിയാണ് കേട്ടാ. തെങ്ങിൻ്റെ ഇടവിളയായിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഓരോ തെങ്ങിൽ നിന്നും വർഷത്തിൽ ശരാശരി 200 തേങ്ങകൾ കിട്ടുന്നുണ്ടെന്നാണ് ഗിരീഷിന്റെ കണക്ക്. കൃഷിയിടത്തിൽ ഒരു വർഷം ആകെ ചെലവാകുന്നത് 50,000 രൂപ. വരവിനുള്ള പ്രധാന വഴി തെളിക്കുന്നതും തെങ്ങുകൾ തന്നെ. തെങ്ങിൽ നിന്ന് കിട്ടുന്നതിനുള്ള പണി ചെയ്യാനുള്ള പൈസ തെങ്ങിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ വെജിറ്റബിൾ എന്ന പോലെ കായ, പഴം, അതിനുള്ള അതൊക്കെ എക്സ്ട്രാ കിട്ടും. അത് നഷ്ടമൊന്നുമില്ല. കൃഷി അങ്ങനെ നഷ്ടമൊന്നുമല്ല. അത് നെൽകൃഷി നഷ്ടമൊന്നുമില്ല, ആദായം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ വാഴകളാണ് വരുമാനം കൊണ്ടുവരുന്ന പ്രധാന ചങ്ങാതികൾ. 1000-ലധികം വാഴകൾ പലയിടങ്ങളിലായി നിൽക്കുന്നു. പൂവൻ, ഞാലിപ്പൂവൻ, കദളി, ചെങ്കദളി, റോബസ്റ്റ, പാളയംകോടൻ, അങ്ങനെ 11 ഇനം വാഴകൾ ഇവിടെയുണ്ട്. ആരോഗ്യമുള്ള വാഴകളായ കാരണം രോഗശല്യം കുറവാണ്. താങ്ങു കൊടുക്കേണ്ട കാര്യവുമില്ല. ഇനങ്ങളിലെ വൈവിധ്യം വിപണി മാത്രം ലക്ഷ്യമിട്ടല്ല, വാഴകളോടുള്ള താല്പര്യവും കൗതുകവും അതിന് പിന്നിലുണ്ട്. പിന്നെ കീടനാശിനിയായിട്ടും പശുക്കളുടെ കാര്യങ്ങൾ തന്നെയാണ്. ഗോമൂത്രവും കാന്താരി മുളകും ബാർ സോപ്പും കൂടിയിട്ടുള്ള കീടനാശിനിയാണ് ഞങ്ങളെല്ലാം തോട്ടത്തിൽ മുഴുവൻ അതാ ഉപയോഗിക്കുന്നത്. അപ്പം അതും പശുക്കളെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. പശുക്കളില്ലെങ്കിൽ കൃഷിയില്ല എന്തായാലും. വീട്ടിന് മുന്നിൽ മുറ്റത്തൊരുക്കിയിരിക്കുന്ന തൊഴുത്തിലാണ് വാസം. കൃഷിക്കുള്ള പിന്തുണ കൂടാതെ പാലും പാലുൽപ്പന്നങ്ങളും വഴിയുള്ള വരുമാനവും അവർ കൊണ്ടുതരും. ചാണകം അത്യാവശ്യമാണോ? ചാണകം പശുക്കൾ അത്യാവശ്യമാണ്. ഈ ചാണകമൊന്നും ഇല്ലാതെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ പാലിനുപരി ചാണകമാണ് അത്യാവശ്യം. പശു ഇല്ലാത്ത കൃഷി നടക്കില്ല എന്ന് പറയാം. പിന്നെ പശുവിൽ നിന്ന് നല്ലൊരു വരുമാനമാണല്ലോ. ഒരു 25 ലിറ്റർ പാല് കിട്ടുന്ന പശു നല്ല വരുമാനമാണ്. പിന്നെ ഞങ്ങളിവിടെ പാലായിട്ട് കൊടുക്കും, പിന്നെ തൈരായിട്ട് കൊടുക്കും, നെയ്യായിട്ട് കൊടുക്കും, പല വിധത്തിലും കൊടുക്കും. ഈ വൈക്കോൽ കൂനകളെല്ലാം പശുക്കൾക്കുള്ളതാണ്. പശുക്കളുടെ ഭക്ഷണത്തിൻ്റെയും
ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ ഇവർ ഇത്രയും ശ്രദ്ധിക്കുന്നത് പശുക്കൾക്ക് ഇവിടുത്തെ പുരയിട കൃഷിയിലുള്ള പ്രാധാന്യത്തിന് തെളിവാണ്. പുല്ലാണ് കാര്യമായിട്ട്. തീറ്റപ്പുല്ല് ഞങ്ങൾ വളർത്തുന്നുണ്ട്. പിന്നെ വൈക്കോൽ അനുസരിച്ചുണ്ട്. പിന്നെ ഈ 2 പശുക്കളും ഇപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയിലുള്ളതാണ്. ഒന്ന് ഗോവർദ്ധനിലുള്ളതാണ്, ഒന്ന് വേറെ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു സബ്സിഡിയിലുള്ളതാണത്. 50% സബ്സിഡിയാണ് വീട്ടിൽ എല്ലാ മാസങ്ങളിലും തീറ്റ. ഈ ബയോഗ്യാസ് പ്ലാന്റിനെ നിലനിർത്തുന്നതും മറ്റാരുമല്ല. അങ്ങനെ വീടിന് പരിസ്ഥിതി സൗഹൃദ ഇന്ധനം നൽകിയും പശുക്കൾ പ്രിയപ്പെട്ടവരാകുന്നു. കപ്പാസിറ്റി 2 M³ ആണ്. 2 M³ ആണ്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ ഗ്യാസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്ലറി നല്ലൊരു വളമാണ്. പച്ചക്കറിക്കൊക്കെ ധാരാളമായി ഉപയോഗിക്കേണ്ടത്. തെങ്ങിനും എല്ലാവരും ഉപയോഗിക്കും. ചാണകവും സ്ലറിയും വീണു തുടുത്ത മണ്ണിൽ എന്ത് നട്ടാലും നല്ല വിളവ് കിട്ടും എന്ന നിലയിലായിട്ടുണ്ട്. പൂർണ്ണമായ ജൈവകൃഷി വഴി കിട്ടിയ ജൈവ സർട്ടിഫിക്കേഷൻ വിപണനത്തിലും ഗുണം ചെയ്തു. മാർക്കറ്റ് കടകളാണ് നമ്മുടെ അടുത്തുള്ള ലോക്കൽ കടകളിൽ കൊടുക്കുക. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്കൊരു ജൈവ ചന്ത ഉണ്ട് പൊന്നാനിയിൽ, നല്ല ഭക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ ഇതിനേക്കാളും 10 രൂപ പെർ കിലോ കൂടുതൽ കിട്ടും ഈ ജൈവ ഉൽപ്പന്നമായതുകൊണ്ട്. ലോക്കൽ ഇതിനേക്കാളും 10 രൂപ കൂടുതൽ കിട്ടും കിലോ. തെങ്ങിനും വാഴയ്ക്കുമിടയിൽ ഇവിടെ ഇല്ലാത്ത ചെടികളൊന്നുമില്ലെന്ന് പറയാം. ചേനയും കാച്ചിലും മത്തനും പപ്പായയും വെള്ളരിയും എല്ലാമുണ്ട്. 20-ലധികം ഇലക്കറികൾ വേറെയും. വീടിനു വേണ്ട വിവിധ വിളകളുടെ ഉൽപ്പാദനം മാത്രമല്ല സമ്മിശ്ര വിള കൃഷി കൊണ്ടുള്ള നേട്ടം. ഒന്നും മാത്രം പറ്റില്ലല്ലോ. സമ്മിശ്ര കൃഷി തന്നെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ കുരുമുളകിന് വില കൂടുതലാണ്, അല്ലെങ്കിൽ തേങ്ങയ്ക്ക് വില കുറവാണ്. അപ്പോൾ അതൊരു ലെവലിൽ പോകണമെങ്കിൽ നമ്മൾ പലതും ചെയ്യണം. ഇപ്പോൾ പശുവിനെ വളർത്തുക അത് അത്യാവശ്യമാണ്, കൃഷിക്ക് അത്യാവശ്യമാണല്ലോ. ബോർവെല്ലിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് ജലസേചനം. മഴ പോലെ പെയ്തിറങ്ങുന്ന വെള്ളം കുടിച്ച് ചെടികൾ നന്നായി വളരുന്നു. മരുഭൂമികളുടെ നാട്ടിൽ 28 കൊല്ലം ജോലി ചെയ്ത് മടങ്ങിയെത്തിയ ഗിരീഷിന്റെ മനസ്സിലും ഈ കൃഷിയിടം ആശ്വാസത്തിന്റെ മഴ പെയ്യ്ക്കുകയാണ്. കുറേ കാലം ഇപ്പോൾ നമ്മൾ ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് ജോലി ചെയ്യാണല്ലോ. ഷൂവിൻ്റെ മുകളിലാണ് അധിക സമയം. പാൻറ്റും ഷൂ ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിനൊരു മാറ്റം വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരില്ലോ, ബോഡിക്ക് തന്നെ ഒരു മാറ്റം വരില്ലോ. അത്രയൊക്കെ തന്നെയുള്ളൂ. 2 കൊല്ലമായി ഗിരീഷ് മടങ്ങിയെത്തിയിട്ട്. പണിക്കാരുടെ സഹായമുണ്ടെങ്കിലും മിക്ക പണികളും ചെയ്ത് ഗിരീഷിന് നല്ല ശീലമാണ്. ഗിരീഷിന്റെ കൃഷിയിടത്തിന്റെ പച്ചപ്പിന് കൃഷിഭവനും സർക്കാർ ഏജൻസികളും നൽകിയ പങ്കും വലുതാണ്. കൃഷിഭവനിൽ നിന്ന് ഒരുപാട് സബ്സിഡി കിട്ടുന്നു, എല്ലാം കിട്ടുന്നുണ്ട്. കൃഷിഭവൻ തരാനുള്ള എല്ലാ സബ്സിഡികളും കൃഷിഭവൻ തന്നിരിക്കും. അവർ വിളിച്ച് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ഷീരവികസന വകുപ്പ് എല്ലാം തരും. എന്ത് സബ്സിഡി ഉണ്ടെങ്കിലും അവർ തരും. എല്ലാം കിട്ടുന്നുണ്ട്. കാർഷിക ക്ലാസുകളിലും നാട്ടറിവുകളിലും മിടുക്കിയായ ഇന്ദുവിന് സഹായമായി 2 മക്കളും കൂടെയുണ്ട്. കൃഷികാര്യങ്ങളിൽ ഉപദേശം തേടി വരുന്നവരോട് ഇന്ദു തന്റെ പൊടിക്കൈകൾ പറഞ്ഞുകൊടുക്കും. ഗ്രോ ബാഗുകളിലും പച്ചക്കറി വളർത്തുന്ന ഇന്ദുവിന്റെ പ്രധാന സഹായി ഫിഷ് അമിനോ ആസിഡ് എന്ന മത്തിക്കഷായമാണ്. ഇത് 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര, കരിപ്പെട്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മാസക്കാലം എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞ് അരിച്ച് ഒരു ബോട്ടിലാക്കി വയ്ക്കും. എന്നിട്ട് ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലി 3 മില്ലി എടുത്ത് ഉപയോഗിക്കും. എല്ലാ വിളകൾക്കും ഉപയോഗിക്കാറുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ കായ്ഫലം കൂടുതൽ കിട്ടും. പിന്നെ ഇലയുടെ അടിയിൽ തട്ടത്തക്ക വിധം സ്പ്രേ ചെയ്യും. കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ല വിളയാണ് കിട്ടുന്നത് എല്ലാറ്റിനും. വെള്ളരി വർഗ്ഗങ്ങൾക്കൊക്കെ ഈ പിന്നെ ഏലപ്പേൻ അങ്ങനത്തെ അതിനൊക്കെയും. പിന്നെ പയറിന് വരുന്ന ചാഴിക്കാണ്. പയർ നമ്മൾ നടുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. പയറിൻ്റെ ചാഴിക്കാണ് ഏറ്റവും ഫലപ്രദം. നന്നായി വിളഞ്ഞ് ഫലം തരുന്ന ഇവിടുത്തെ ചെടികളുടെ ഗുണം അയൽക്കാരും നാട്ടുകാരും ആസ്വദിക്കുന്നുണ്ട്. വിഷമേൽക്കാത്ത പച്ചക്കറികൾക്കായുള്ള പ്രത്യേക വിപണി ഇന്ദുവിനും ഇന്ദുവിന്റെ പച്ചക്കറികളെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കും വലിയ സേവനമാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടാവശ്യത്തിന് കഴിഞ്ഞ് ബാക്കിയുള്ളത് ജൈവചന്തയിൽ കൊടുക്കും. മാസത്തിൽ 4ാമത്തെ ഞായറും 2ാമത്തെ ശനിയായിട്ട് ചന്ത നടത്തി തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വാഴത്തി ഉണ്ണിത്തണ്ട് പിന്നെ താളുന്തണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാര്യമായിട്ട് പോകണം അവിടെയാണ്. മുരിങ്ങയില 350 ഗ്രാമിൻ്റെ മുരിങ്ങയുടെ ഇല നമ്മുടെ ഒരു വീട്ടിലേക്ക് കൂട്ടാൻ വയ്ക്കാൻ ആവശ്യമുള്ള മുരിങ്ങയില 20 രൂപ അങ്ങനെ കണക്കാക്കിയിട്ട് കൊടുക്കും. വളത്തിനും തീറ്റയ്ക്കുമായി അസോള വളർത്തൽ ഉൾപ്പെടെയുള്ള പുതിയ രീതികളും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. കൃഷിയിൽ ഇനിയും ചില സ്വപ്നങ്ങൾ ഈ കുടുംബത്തിന് ബാക്കിയുണ്ട്. ഇതുവരെ മുന്നേറിയ വഴികളിലൂടെ ഇനിയും നടന്ന് അവ നേടിയെടുക്കാൻ
ഈ കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞു. എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ആട് വളർത്തൽ, കോഴി, മത്സ്യം കൂടി പിന്നെ വേറെ ഒന്നിനും പുറത്ത് പോകണ്ടല്ലോ. പച്ചക്കറിയുടെ കൂടെ അമോണിയം സൾഫേറ്റ് ഒന്നും ഇടാത്ത മത്സ്യം കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. വെച്ചുണ്ടാക്കൽ മാത്രമല്ല വീട്ടമ്മയുടെ ജോലി എന്നാണ് ഇന്ദുവെന്ന ഈ വീട്ടമ്മ കേരളത്തെ പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ വിചാരിച്ചാൽ കൃഷിയൊക്കെ നടക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവർ ഇന്ദുവിനോട് ആ സംശയം ഒന്ന് പങ്കുവച്ച് നോക്കണം. പിന്നെന്താ, തീർച്ചയായിട്ടും സ്ത്രീകൾ വിചാരിച്ചാൽ നന്നായി ചെയ്യാൻ പറ്റും. കുറച്ച് സമയം ഞാൻ പറഞ്ഞ അരമണിക്കൂറൊക്കെ അതിന് വേണ്ടി ചിലവഴിച്ചാൽ മതി. ജോലിക്ക് പോണവരായാലും രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ വീതം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഗിരീഷിനും ഇന്ദുവിനും ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ കൃഷിയിടവും ഇവിടുത്തെ കൃഷിപ്പണികളും. മണ്ണിനോടും സ്വന്തം ജീവിതത്തോടും സ്നേഹമുള്ള ആർക്കും കൃഷിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലെന്നാണ് ഇവർ നമ്മെ കാണിച്ചു തരുന്നത്. ഗിരീഷിനോടും ഭാര്യയോടും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിലാസം ശ്രദ്ധിക്കുക. ഗിരീഷ് ബാബു, ഇന്ദു ഗിരീഷ്, മങ്കശ്ശേരി ഹൗസ്, വട്ടംകുളം, ഇടപ്പാൾ. ഫോൺ നമ്പർ 8547004263. നമ്പർ ഒരിക്കൽ കൂടി 8547004263. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ ManoRamaNews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.